ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ ഒരിക്കൽ കൂടെ സ്നേഹ വന്ദനമേവരെയും അറിയിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് തന്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ ഒരു വാക്യമാണ്, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും എന്ന്. നമുക്കറിയാം, ഇന്ന് ഒരു വിധത്തിലും തൃപ്തിയില്ലാതെ മനുഷ്യൻ പണം സമ്പാദിച്ചിട്ടും എന്തെല്ലാം വാരിക്കൂട്ടിയിട്ടും തൃപ്തി വരാതെയുള്ള ഒരു ഓട്ടമാണ് ലോകത്തിൽ എവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഭക്ഷണം ആഗ്രഹിക്കാത്തതും ആവശ്യമില്ലാത്തതുമായ ഒരു ജീവജാലം പോലും ഭൂമിയിലില്ല. ഭക്ഷണം ആഗ്രഹിക്കാത്ത നിലയിൽ ആണെങ്കിൽ ആ വ്യക്തി ജീവിതം മരിച്ച അവസ്ഥയിലാണ്, അല്ലെങ്കിൽ ആ ജീവൻ മരിച്ച അവസ്ഥയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഓർക്കുക, തൃപ്തി വരാത്തതിന്റെ പിന്നാലെയുള്ള ഓട്ടം, മദ്യത്തിന്റെ, മയക്കുമരുന്നിന്റെ, ജഡീക ഉല്ലാസങ്ങളുടെ ഒക്കെ ഓട്ടമാണ് ഈ ഭൂമിയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു ബസ്സിലെ യാത്രയിൽ ഒരു യൗവനക്കാരൻ ആ ബസ്സിലെ 1-2 യൗവനക്കാരികളോട് അല്പം മോശമായി ഇടപെട്ടു എന്നാണ് പറയുന്നത്. അതില് ഒരു സ്ത്രീ അത് മൊബൈലിൽ പകർത്തുകയും പിന്നത്തേതില് അത് വിവിധ ചാനലുകളിൽ അത് പ്രദർശിപ്പിക്കുകയും ആ യൗവനക്കാരൻ അവന് മാനസികമായി തകർന്ന് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്യുവാനായിട്ടും ഇടയായിത്തീർന്നു. അവനെ അറിയാവുന്ന എല്ലാവരും പറഞ്ഞത് അവൻ അപ്രകാരം ചെയ്യുന്ന ഒരു വ്യക്തി അല്ല എന്നാണ്. അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് നമുക്കറിയത്തില്ല. അത് നിയമം തെളിയിക്കട്ടെ, അതിന്റെ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, പല നിലകളിലും മനുഷ്യൻ തൃപ്തി വരാതെ നെട്ടോട്ടം ഓടുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ജെറോം ഇപ്രകാരം പറയുവാനായിട്ട് ഇടയായിട്ടുണ്ട്, പച്ച മരങ്ങൾക്കിടയില് അഗ്നി ആളിക്കത്തിയതുപോലെയാണ് യുവത്വത്തിലെ ജ്ഞാനം. അമിത കാമാസക്തിയാലും പരീക്ഷണങ്ങളാലും ഞെരുങ്ങുകയാണ് പല യുവത്വങ്ങളും. കഠിന പ്രയത്നത്തിലും ശരിയായ ജീവിതചര്യകളിലൂടെയും പ്രാർത്ഥനയാലും അല്ലാതെ യുവത്വ സഹജമായ ആന്തരിക പ്രേരണകളെ ഇല്ലാതെയാക്കുവാനോ അതിന്റെ മുനയൊടിക്കുവാനോ കഴിയുന്നതല്ല എന്നാണ് അദ്ദേഹം പറയുവാനായിട്ട് ഇടയായത്. സോക്രട്ടീസ് പ്രകാരം പറഞ്ഞു, പ്രപഞ്ചത്തിന്റെ മനസ്സാണ് ദൈവം, അവനെ കൂടാതെ സർവവും ഭ്രാന്തവും നാശോന്മുഖവുമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഒരു നിമിഷം അവനിലും അവനിലേക്കുമായാൽ എല്ലാം പരിജ്ഞാനപൂർണമാകുന്നു എന്ന് താൻ പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. അതേ പ്രിയമുള്ളവരെ, ദൈവത്തെ കൂടാതെയുള്ളതാകുന്ന ജീവിതം അതാർക്കും ഒരു തൃപ്തിയും വരുത്തുന്നില്ല. ഇവിടെ നാം പറഞ്ഞതുപോലെ, വായിച്ചതുപോലെ, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. അതെ, ജീവനുള്ള സകലത്തിനും അതിന് ജീവജലം ആവശ്യമുണ്ട്, ഭക്ഷണം ആവശ്യമുണ്ട്. അല്ലാത്തടത്തോളം കാലം അത് മരിച്ച അവസ്ഥയിലാണ്. എന്നാൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത്, ഒരാത്മീക മനുഷ്യന് ആവശ്യമായിരിക്കുന്നത് വെറും ഭക്ഷണം കൊണ്ടോ വെള്ളം കൊണ്ടോ അവന് തൃപ്തി വരുന്നതല്ല. അവനെ തൃപ്തി വരുത്തുന്നതാണ് ദൈവത്തിന്റെ വചനവും പരിശുദ്ധാത്മാവിന്റെ ജലവും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ക്രിസ്തുവിലൂടെ അല്ലാതെ ആ തൃപ്തി സമ്പാദിക്കുവാനായിട്ട് പാപിയായ മനുഷ്യന് ഒരിക്കലും കഴിയുന്നതല്ല. അതേ പ്രിയമുള്ളവരെ, തൃപ്തിയില്ലാത്തതിനു വേണ്ടി ഉള്ള ഓട്ടം അവസാനിപ്പിച്ചുകൊണ്ട് എപ്പോഴും സംതൃപ്തി നൽകുന്ന, നിത്യതയിലും സംതൃപ്തി നൽകുന്ന ദൈവത്തിനായി നമുക്ക് ദാഹിക്കാം. അതേ, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും.
ഈ വചനങ്ങളാൽ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുനാ